സർ പപ്പനെ തൂക്കി അകത്തിട്ടല്ലോ SIT. ഉം. അപ്പൊ പപ്പൻ തത്ത പറയും പോലെ ഓരോന്ന് പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല പപ്പന്റെ നിലവറ തുറന്നതോടുകൂടി SIT ഞെട്ടി. ഈ SIT പറഞ്ഞത് കേട്ട് പിണറായി വരെ ഞെട്ടി എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. അതെ അതെ വളരെ പക്ഷേ വാസ്തവമാണത്. അതെ. ആ. പക്ഷേ എന്തൊക്കെ കൊണ്ടോ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ തമാശയായിട്ട് പറയുമെങ്കിലും ഉം. കടകംപള്ളിയിലേക്കാണ് അടുത്ത ഉം. നീക്കം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഉം. പക്ഷെ എന്താണ് കടകംപള്ളിക്ക് മുമ്പിലേക്ക് പോകാൻ SITക്ക് ഒരു മന്ദത? അതെ, കടകംപള്ളിയിലേക്ക് പോലെ മല ചവിട്ടലൊന്ന് മന്ദഗതിയിലാവുന്നുണ്ട്. പതുക്കെ അതെ. മന്ദഗതിയിലാണ് മല ചവിട്ടൽ നടന്നുകൊണ്ടിരുന്നത്. ഉം. നടന്ന് കടന്ന് പടികൾ കയറി. ഇതിപ്പോൾ ഇത് സന്നിധാനത്തിൻ്റെ 18ാം പടിയായോ എന്നാണ് എൻ്റെ സംശയം. ഇന്നലത്തെ ആ റെയ്ഡോടുകൂടി വളരെ നിലവറ ഉണ്ടല്ലോ, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അതുപോലുള്ള രഹസ്യങ്ങളാണ്. തിരുവാഭരണങ്ങൾ കണ്ട് ഞെട്ടിയെന്നാണ് സംസാരം, ജനസംസാരം. ഇതിന്റെ ഇടയിൽ പപ്പൻ ഒരു അതിബുദ്ധി കാണിച്ചു. ആ അതായത് പപ്പന്റെ നിലവറ തുറന്നപ്പോ ആ. എത്ര ഏക്കറാന്നുള്ളത് ഞാൻ മറന്നുപോയി. ഉം. എത്ര ഏക്കർ റബ്ബർ തോട്ടം പപ്പൻ വിറ്റു. ഉം. പപ്പൻ വിറ്റത് എന്തിനാണെന്ന് അറിയാമോ? ഈ ഫണ്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കണം. കാരണം എങ്ങാനും എപ്പോഴെങ്കിലും എന്നെ തൂക്കി അകത്തിട്ടാൽ ഇത് ഈ പണം മുഴുവൻ കിട്ടിയത് ഇത് റബ്ബർ തോട്ടം വിറ്റിട്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അതിബുദ്ധിയാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉപദേശിച്ചു കാണും ഇങ്ങനെ ചെയ്യാൻ. ചിലർക്ക് അങ്ങനെ അതിബുദ്ധി ഉപദേശിക്കാറുണ്ട്. പക്ഷെ അതിലും അതിബുദ്ധി ഉണ്ട് നമ്മുടെ അന്വേഷണ സംഘത്തിന്. തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നും മാത്രമല്ല, ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു നമ്മളൊരു കാര്യം കണ്ടായിരുന്നു, ശ്രദ്ധിച്ചോ പ്രജിത? അതായത് പപ്പനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ചോദ്യം ചെയ്യാനും ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം സുസ്മേര വതനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. 32 പല്ലുകളും കാണിച്ചുകൊണ്ടൊരു ചിരിയാണ്, മനോഹരമായൊരു ചിരിയാണ് അദ്ദേഹം കാണിക്കുന്നത്. ആ ചിരിയുടെ അർത്ഥം മനസ്സിലായോ? വ്യാസന്റെ ചിരി എന്ന് പറയുന്നുണ്ട് കുട്ടിക്കൃഷ്ണമാരാർ ഭാരത പര്യടനത്തിൽ. വ്യാസൻ ഒരു ചിരി ചിരിക്കുന്നുണ്ട്. അതെന്തിനായിരുന്നു എന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നത്? വ്യാസൻ ചിരിക്കുന്നത് ധർമ്മപുത്രർ ഈ മഹാഭാരത യുദ്ധത്തിൽ പരാജയഭീതി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ പരാജയ ഭീതി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ശ്രീകൃഷ്ണനെ കൂടെ കൂട്ടിയത്, ശ്രീകൃഷ്ണ പക്ഷത്ത് നിന്നത്. ആ പരാജയം ഉറപ്പായിരുന്നു ശ്രീകൃഷ്ണൻ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി സമാധാനത്തിൻ്റെ പാതയിലൂടെ പോകാൻ ഉപദേശിച്ചുകൊണ്ടേയിരുന്ന, അങ്ങനെയാണ് അദ്ദേഹം ധർമ്മപുത്രരായെന്നാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ വ്യാഖ്യാനം അതിൽ പറയുന്നത്. അതാണ് വ്യാസൻ്റെ ചിരി എന്ന് അദ്ദേഹം പറയുന്നത്. വ്യാസൻ്റെ ചിരി എന്നാണ് എന്ന് പറയുമ്പോൾ ഈ പത്മകുമാറിൻ്റെ ചിരി എന്ന് പറയുന്നത് ഒരു പ്രഹേളികയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞു, നമുക്കറിയാം, പത്രക്കാരോട് ദൈവതുല്യനായിട്ട് കരുതുന്ന ആളിനെ അനുസരിച്ചു, ഞാൻ അത്രയേ ഉള്ളൂ. ആ ദൈവതുല്യൻ്റെ പേര് പറഞ്ഞു കാണുമല്ലോ. ആ ദൈവതുല്യൻ ആരാണ്? പറയാൻ അവകാശമുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ അന്ന്. ആരാണത്? കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹം ആരാണ്? ദേവസ്വം മന്ത്രി. ഈ ദേവസ്വം മന്ത്രിയോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ദേവസ്വം മന്ത്രി ചോദിക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞത്, ശബരിമലയായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. അവിടുത്തെ ഒരു ഫയലും എനിക്ക് വരാറില്ല. ഞാൻ ഒരു നിർദ്ദേശവും ആർക്കും രേഖാമൂലം കൊടുത്തിട്ടുമില്ലെന്നാണ്. അതാണ് രേഖാമൂലം കൊടുക്കൂല സർ. ഫയലാണെങ്കിൽ രേഖാമൂലമല്ലേ പറ്റൂ. ഇത് പറഞ്ഞിരിക്കുന്ന പക്ഷേ തെളിഞ്ഞു, അദ്ദേഹം പറഞ്ഞത് കപടമാണെന്നുള്ളത് തെളിഞ്ഞു. ഒരു ഫയലിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയി ഇത് സ്വർണം പൂശാനുള്ള പരിപാടി, അതിന് അദ്ദേഹം ആ ഫയലിൽ എഴുതി വച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മീതെ തുല്യം ചാർത്തിയിരിക്കുന്നത്, അല്ല മീതെ അല്ല, താഴോട്ടല്ലേ ഒപ്പുകൾ വരുന്നത്. ഏറ്റവും താഴെ ദേവസ്വം മന്ത്രിയുടെ ഒപ്പമുണ്ട്. ഗോ എഹഡ് എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. SIT കണ്ടുപിടിച്ച ഫയലില്ല അതുള്ളത്. ഗോ എഹഡ് എന്ന് കൊടുത്തിട്ട് ഞാൻ ഫയലൊന്നും കണ്ടിട്ടില്ലെന്ന് പറയുന്നത് വ്യാജമല്ലേ, കള്ളമല്ലേ? അദ്ദേഹം ഇത് വായിച്ചപ്പോ കണ്ണിൽ മത്തയായിരുന്നു. അതെ, ഗോ എഹഡ് എന്ന് പറഞ്ഞ ആളിനെ ഞാനൊന്നും ചോദിക്കുന്നില്ല, വേറെ ഒന്നും വേണ്ട. ഗോ എഹഡ് എന്ന് പറഞ്ഞ ആളിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ? അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യേണ്ട സമയം പോകാനായിട്ട് എന്താണ് ഒരു ബുദ്ധിമുട്ടെന്നാണ് മനസ്സിലാവുന്നില്ല. കരിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ എന്ന് പറയാറുണ്ട്. കഠിനമാണ്. കാരണം എന്താണ്? ഇനി അങ്ങോട്ട് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ്. മുൻ MLA വരെ എത്തിയിട്ടുള്ളൂ നമ്മൾ. ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് മുൻ ദേവസ്വം ബോർഡ് മന്ത്രി. ഇതിനിടയ്ക്ക് ഒരാളുണ്ടായിരുന്നു, അനന്തഗോപൻ, CPMൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആൾ. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പരാമർശവും, മോശമായ പരാമർശവും ഇന്ന് വരെ കോടതിയോ SITയോ നടത്തിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്?
കള്ളം കാണിച്ചവരുടെ മാത്രമാണ് അന്വേഷണം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മറ്റു കേസ് പോലല്ല. കേസ് പിന്നെ കോടതിയുടെ സൂപ്പർവിഷനിലല്ല നടക്കുന്നത്, കോടതിയുടെ കംപ്ലീറ്റ് ഡയറക്ഷനിലാണ്. കോടതിക്ക് നേരിട്ട് വരാൻ സംവിധാനമില്ലാത്തതുകൊണ്ട് കോടതി പറയുന്നു ഇന്ന ആൾക്കാരെ എല്ലാം അവനെ പിടി, കോടതി പൊക്കവനെ, ഇതാണ് പറയുന്നത് കോടതി. അല്ല ഇത് ഫയലിംഗ് എന്നോ നിങ്ങളത് ഓക്കെ ഇങ്ങനെ മതി, അല്ലെങ്കിൽ ഇവിടെ എന്താ വരാത്തതെന്ന് ചോദിക്കുക. അതാണ് നമ്മൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഗോവിന്ദൻ മാഷ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ കോടതിയുടെ സൂപ്പർവിഷനിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിയാഞ്ഞാണോ അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് നമ്മളെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ, അതായത് അന്വേഷണം നടത്തുന്ന ആരാ? കേരളത്തിൻ്റെ പോലീസാണ്, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസാണ്. അപ്പോൾ ഒരു ഭീഷണിയും അതൊരു മുൻകൂർ ജാമ്യവുമല്ലേ? അതുകൊണ്ട് നിങ്ങൾ പിണറായി വിജയൻ പറയുന്നത് പോലെ കേട്ടോണമെന്നുള്ളൊരു ധ്വനിയും കോടതിയോടുള്ളൊരു ധിക്കാരവും കൂടെ ഉണ്ട് അതിൽ. അല്ലെങ്കിൽ ആ പുള്ളി പഠിച്ചെന്നും കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ആളാണ്, മനസ്സിലായോ? അപ്പം ഈ ഒരു ഭീഷണി കൊണ്ടാണോ കരിമലയിൽ വന്ന് നിന്നത് ഈ അന്വേഷണം, അതിൻ്റെ ട്രാജക്ടറി മുഴുവൻ നിന്നത് എന്നുള്ളത്? എന്നിട്ടിപ്പോൾ CPM-കാർ പറയുന്നതാണ് ഇതിലൊക്കെ രസം. കണ്ടോ ഞങ്ങൾ പത്മകുമാറിനെ വരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു, നോക്ക് ഞങ്ങളെ അഭിനന്ദിക്കണം നിങ്ങളെന്നാണ് പറയുന്നത്. കോടതിയാണ് അല്ലേ? അപ്പോൾ ഇത് ഒരു വലിയ പ്രഹേളികയാണ്. പത്മകുമാറിൻ്റെ ചിരി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അടൂർ സബ് ജയിലിൽ അധികകാലം കിടക്കേണ്ടി വരത്തില്ല. പോക്കറ്റടിക്കാരും പിന്നെ അതുപോലുള്ള കുറ്റക്കാരും ബലാത്സംഗ കേസിലേക്ക് പ്രതികളുമൊക്കെ കിടക്കുന്നിടത്ത് കിടക്കേണ്ടി വരില്ല. കാര്യം എന്താ? അദ്ദേഹം മുൻ MLA. അതുകൊണ്ട് ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ ഉടനെ പോവാം. അവിടുത്തെ തിരുവനന്തപുരം നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രമല്ലേ, ഒരു ഭരിക്കുന്നവരാ CPM-കാർ. ആനന്ദലബ്ധിക്ക് ഇനിയെന്ത് വരും എന്ന് പറയുന്ന പോലെ അവിടെ കാര്യം. ഇവിടെ പക്ഷേ N. വാസുവിന് കട്ടിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷേ പത്മകുമാർ തറയിലാണ് കിടക്കുന്നത് ഇപ്പോഴും മറ്റു പ്രതികളോടൊപ്പം. വാസുവിന് കട്ടിൽ കൊടുക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ വാസു ഒരു ഹൃദ്രോഗിയാണെന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് ഹൃദ്രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല. അതുകൊണ്ടാണ് വാസു കട്ടിലിൽ കിടക്കുന്നത്. അവിടെ ഈ കട്ടിൽ കണ്ട് പത്മകുമാറിന് ഭനിക്കുന്നുമുണ്ട്, പത്മകുമാറിന് കുറച്ചൊക്കെ ഭരിക്കുന്നുമുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ ഇപ്പോൾ ഉടനെ തന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അദ്ദേഹത്തിനൊരു മാറ്റം കിട്ടുന്നതോടുകൂടി അദ്ദേഹത്തിനും അവിടെ സുരക്ഷിതമായ കട്ടിൽ മാത്രമല്ല എന്ത് വേണമെങ്കിലും കിട്ടും. നമ്മൾ കണ്ടതല്ലേ കൊടിസുനിക്ക് എന്തെല്ലാം കിട്ടിയത്, ഒരു ഫോൺ സ്വന്തമായിട്ട് കിട്ടാം. സാർ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഗോവിന്ദൻ മാഷ് പറഞ്ഞതാണ്. ഗോവിന്ദൻ മാഷ് ഇത്രയും ഉറപ്പോടുകൂടി പറയണമെന്നുണ്ടെങ്കിൽ കേരള പോലീസ് അല്ലേ അന്വേഷിക്കുന്നത്, ശരിയാണ്. പക്ഷെ അത് കോടതിയുടെ സൂപ്പർവിഷനിലാണല്ലോ അന്വേഷിക്കുന്നത്, ഡയറക്ഷനില്. അതെ, കോടതിക്ക് ഇറങ്ങി അന്വേഷിക്കാൻ കഴിയാത്തതുകൊണ്ട് SIT-യെ നിയമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ഒരാളുടെ കയ്യിൽ ചുമതല കൊടുക്കുകയും ചെയ്തു. അതായത് സർക്കാരായിട്ട് ഒരിക്കലും ഒത്തുപോകാത്ത ഒരാളുടെ കയ്യിലേക്കാണ് ഇതിന്റെ ചുമതലയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിൽ ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുക? കാരണം കോടതിയുടെ ഇടപെടൽ, കോടതിയെ ധിക്കരിച്ചുകൊണ്ട് പറയാനുള്ള അധികാരം ഗോവിന്ദൻ മാഷിനുണ്ടോ? ഉണ്ടല്ലോ. കോടതി ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ചതാരാ? അദ്ദേഹം സുഖമായിട്ട് ഇപ്പോഴും രാഷ്ട്രീയ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് കഴിയുന്നില്ലേ പാർട്ടിയുടെ? കോടതിയെ ശുംഭൻ, കോടതിയെ ജഡ്ജിയെ, അതായത് സിറ്റിംഗ് ജഡ്ജിയെ ശുംഭൻ എന്ന് വിശേഷിപ്പിച്ചു. ഇവർക്ക് എന്ത് കോടതിക്കെതിരെ പ്രകടനം നടത്തിയിട്ടില്ല? പ്രകടനക്കാർക്കെതിരെ എന്ത് നടപടിയെടുത്തു? ഒരു കുന്തവും ചെയ്തില്ല. സർക്കാർ എന്ന് പറയുന്ന കോടതി എന്ന് പറയുന്നതിൽ അവർ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഇത് ബൂർഷ്വാ കോടതിയാണെന്നാണ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത്. ജനകീയ കോടതിയാണ് അവരുടെ സങ്കല്പത്തിലുള്ളത്. അവരുടെ സങ്കല്പവും പ്രത്യയശാസ്ത്രവും അതാണ് ജനകീയ കോടതി, ജനങ്ങളിൽ നിന്ന് പാർട്ടി തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുടെ കോടതി. ഇപ്പം ആ പാർട്ടി ഒരു കോടതിയായിട്ട് പ്രവർത്തിക്കുക. അതാണ് MV ഗോവിന്ദൻ മാഷി പറഞ്ഞത്. ഇത് SIT-ആണ് അന്വേഷണം നടത്തുന്നത്, കേരളത്തിൻ്റെ പോലീസാണ്. അങ്ങനെ SIT എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണം നടത്തിയത് SIT ആയിരുന്നു. പക്ഷെ അന്ന് കോടതിയുടെ ഒരു ഡയറക്ഷനിലല്ല അന്വേഷണം നടന്നത്. പക്ഷെ ഇന്ന് കോടതിയുടെ ഡയറക്ഷനിൽ അന്വേഷണം നടക്കുമ്പോൾ ഗോവിന്ദൻ മാഷ് അങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്, അതായത് അതുക്കും മേലേക്ക് പറക്കാനായിട്ട് SIT-ക്ക് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? കാരണം കോടതി എത്രയൊക്കെ ഇവര് ശുംഭൻ എന്ന് വിളിച്ചതൊക്കെ സാർ പറഞ്ഞു, ശരിയാണ്. പക്ഷെ ഇതുപോലെ പ്രമാദമായ ഒരു കേസിന്റെ അന്വേഷണം നടക്കുമ്പോൾ വീണ്ടും അതിലേക്ക് ഇടപെടും എന്നുണ്ടെങ്കിൽ അത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുകയും ചെയ്യില്ലേ LDF-നെ? ബാധിക്കും. ഞാനിപ്പോൾ കാണുന്ന ഒരു കാര്യം, നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയെന്ന് കാണുന്നത്, CPM ഇപ്പോൾ ഒരു വര വരച്ചിരിക്കുകയാണ്. SIT പത്മകുമാർ അവിടെ നിർത്തിക്കോണം, ഇങ്ങോട്ട് വരരുത്. ഇത് തന്നെയാണ് കണ്ണൂരിലെ അനീഷ് ജോർജിനും സംഭവിച്ചത്. അവർ പറഞ്ഞു
നിങ്ങൾ പോയി ബാക്കിയുള്ളതൊക്കെ അന്വേഷിച്ചു. വൈശാഖ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനെയും കൊണ്ട് ഇവിടെ വരച്ചിരിക്കുന്നത് ഇത് അപ്പുറം പാർട്ടി ഗ്രാമം, കള്ളവോട്ട് ഒരുപാടുണ്ട്. നീ എന്തോ ചെയ്യും? ഒരു കുന്തവും ചെയ്യണ്ട. നീ അവിടെ കള്ളവോട്ട് ഉണ്ടെന്ന് റിപ്പോർട്ട് ഉണ്ടല്ലോ, ഞങ്ങൾ എന്താ കാണിക്കുന്നത്? എൻ്റെ വീഡിയോ ഇവിടെ എല്ലാം വരും. ഇത് തന്നെയാണ് PP ദിവ്യ അന്ന് നവീൻ ബാബുവിനോട് പറഞ്ഞ അതേ കാര്യം. അങ്ങനെ തന്നെയാണ് ഇയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. മനസ്സിലായില്ലേ? പാർട്ടിക്കാരൻ ഒരു റാഷിദ് എന്നാണെന്ന് എൻ്റെ ഓർമ്മ, പ്രേക്ഷകർക്ക് അറിയാം, എന്നേക്കാൾ വ്യക്തമായിട്ട് അത് പേരറിയാം. അദ്ദേഹം വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഇത് പറഞ്ഞത് ആരാ? BLA കോൺഗ്രസിൻ്റെ BLA ആയിട്ടുള്ള വൈശാഖ് എന്ന് പറയുന്ന ആൾ സത്യസന്ധമായിട്ട്, കണ്ണൂരുകാർ സാധാരണ കള്ളം പറയാറില്ല, അദ്ദേഹം സത്യസന്ധമായിട്ട് പറഞ്ഞു. ഈ ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യ നടന്നത്. ഈ ജോലി കൂടുതലെന്നൊക്കെയുള്ള ഒരു സർവീസ് സംഘടനകൾ ദുരുപയോഗം ചെയ്യുന്ന വാക്കാണ്. കാരണം അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. ഓഫീസിലേക്ക് ആളുകളെ നടത്തിച്ചല്ലേ അവർക്ക് ശീലമുള്ളൂ. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടത്തിച്ചുകൊണ്ടേയിരുന്ന അവരുടെ കാലും ചെരുപ്പും തേയുന്നവരെ നടത്തിക്കുക. എന്നാൽ പിന്നെ ഒരു തവണ അവരുടെ വീടുകളിലേക്കൊന്ന് പോകാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? സാർ പറഞ്ഞോട് ഈ ആത്മഹത്യയുടെ കാര്യം പറയുമ്പോൾ പപ്പനെ ആത്മഹത്യ ചെയ്യും. പപ്പൻ ആത്മഹത്യ ചെയ്തില്ല. പപ്പന് നല്ല കണക്ഷനൊക്കെ ഉണ്ട്. പപ്പനെ രക്ഷിക്കാൻ KP ശങ്കരദാസ് എന്നുള്ള അന്നത്തെ ബോർഡ് മെമ്പറുടെ മകന് ഇപ്പോൾ കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഈ IPSകാരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാൾ അവിടെ ഇപ്പം ശങ്കർദാസിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് SIT. അറസ്റ്റ് ചെയ്തോ? ഇല്ല, ഒന്നും സംഭവിക്കില്ല. ആ സ്വാധീനം, പിന്നെ രാഷ്ട്രീയ സ്വാധീനം, ഇതാണ് ആ പുള്ളി ചിരിയിരിച്ചത്. മിക്കവാറും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇയാൾ MLA ആയിട്ട് മത്സരിക്കുകയും ചെയ്യും, ചിലപ്പോൾ ജയിക്കുകയും ചെയ്യും. പത്മകുമാർ മന്ത്രിയാവുകയും ചെയ്യും. നിങ്ങൾ എന്തോ ചെയ്യും? കാരണം പാലം കടക്കുകയല്ലേ ഉള്ളൂ CPMൻ്റെ ഈ നാരായണ മന്ത്രം. അത് കഴിഞ്ഞ് കൂരായണ എന്ന് വിളിക്കുക അവർ. അങ്ങനല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പം എന്ന് പറഞ്ഞു. കുടുംബത്തിനോടൊപ്പം നിന്ന യോഗേഷ് ഗുപ്തയെ അവർ ചെയ്തത് നമ്മൾ കണ്ടില്ലേ? പീഡിപ്പിക്കുന്നത് കണ്ടില്ലേ? നമ്മൾ നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. നവീൻ ബാബുവിൻ്റെ വിധവ സംതൃപ്തയാണോ? ആണോ? ആ കുടുംബം മുഴുവൻ CPM പോയില്ലേ? അത്രയേ ഉള്ളൂ. ഞങ്ങൾ കുടുംബത്തോടൊപ്പം, സത്യമാണ്, PP ദിവ്യയുടെ കുടുംബത്തോടൊപ്പം. അവരുടെ ബിനാമി ഇടപാട് അന്വേഷിച്ചെന്ന് പറഞ്ഞാണ് ആ യോഗേഷ് ഗുപ്തയായിട്ട് വട്ടം കറക്കിയത്. ഗവൺമെൻറ് വിചാരിച്ചാൽ ശക്തമാണ് ഭരണകൂടം, പിണറായി വിജയൻ ശക്തനാണ്, സത്യമാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് ഉപദ്രവിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ അത് ഉപയോഗിക്കുകയും ചെയ്യും. അതൊന്നും സംശയമൊന്നുമില്ല. ഈ പേടി എല്ലാവർക്കും, അവർക്കറിയാം. നമ്മളെക്കാൾ ചൊവ്വേ ഈ SIT ടീമിലുള്ള ആഭ്യന്തര വകുപ്പിൽപ്പെട്ട ആൾക്കാർക്ക് അറിയാം എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇത് ഇടം തടിച്ച് നിൽക്കുന്നത് എന്നാണ് നമ്മൾ ശരിക്കും സാധാരണ ഇത് നമ്മുടെ യുക്തിഭദ്രമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.